എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ റിസൾട്ടിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിൽ അറിയാലോ 140 നിയമസഭാ സീറ്റുകളാണുള്ളത്. 71 നിയമസഭാ സീറ്റുകളാണ് വിജയിക്കാൻ വേണ്ടത്, അതായത് ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിൽ 102 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. 35 സീറ്റാണ് CPIഎമ്മിൻ്റെ LDF നേടിയത്. BJPക്ക് ആദ്യമായിട്ട് 3 സീറ്റുകളും കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പിണറായി വിജയൻ വരെ കഴിഞ്ഞ തവണ 50,000-ലധികം വോട്ട് നേടി വിജയിച്ച ധർമ്മടത്ത് ആദ്യത്തെ 7 റൗണ്ടിൽ പിന്നോട്ട് പോയി എന്നുള്ളതാണ് അതിനേക്കാൾ അത്ഭുതം. കഷ്ടിച്ച് പുള്ളിക്കാരൻ കടന്നുകൂടി. ഇനി പ്രതിപക്ഷ നേതാവാൻ പിണറായി വിജയൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അഥവാ പിണറായി വിജയൻ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് KN ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. പിന്നെ ഈ ഇവിടുത്തെ ഭൂരിപക്ഷ നില പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇനി CPഎമ്മിന് രാജ്യസഭയിൽ പോലും ഒരാളെ വിജയിപ്പിക്കാൻ കഴിയില്ല. അതായത് 35 സീറ്റാണ് ഒരു ആളെയെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടത്. കാരണം കറക്റ്റ് 35 സീറ്റാണ് ഇപ്പോൾ CPഎമ്മിനുള്ളത്. അപ്പോൾ ബാക്കി 2 സീറ്റുകളിൽ മൊത്തം 3 സീറ്റ് വീതമാണ്. മൊത്തം 9 സീറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ 3 സീറ്റ് അങ്ങനെയാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ മത്സരം നടക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും 35 അങ്ങനെ വേർതിരിച്ച് പോവുകയാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ ഇനിയിപ്പോൾ 2 സീറ്റുകളിൽ മത്സരിക്കാതെ ഒരു സീറ്റിൽ മാത്രം മത്സരിച്ചാൽ മാത്രമേ ആ 35 സീറ്റ് CPഎമ്മിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ കോൺഗ്രസ്സിന് മൊത്തം 102 സീറ്റുണ്ട്. 35 32 അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം. അവർ 32 വെച്ച സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ CPഎമ്മിന് രാജ്യസഭയിൽ പോലും ഒരാളെ വിജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബുദ്ധിപരമായി നീങ്ങിയാൽ അതോടുകൂടി CPഎമ്മിന് രാജ്യസഭാ പ്രാതിനിധ്യം നഷ്ടപ്പെടും. അപ്പോൾ കേവലം 35 സീറ്റ് മാത്രം നേടിയാണ് നിയമസഭയിലുള്ളത്. അപ്പോൾ CPഎമ്മിന് ലോകസഭയിൽ കയറത്തുന്ന ഒരേ ഒരു സീറ്റ്, അതായത് CPഎമ്മിൻ്റെ ദേശീയ പാർട്ടി എന്ന സ്ഥാനം പോലും നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരിടത്തും അധികാരമില്ലാത്ത പാർട്ടിയായി മാറുകയാണ് CPഎം. അപ്പോൾ ഇനി അടുത്തത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരും എന്നുള്ള ചർച്ചകളാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.